സ്വർണ്ണക്കൊള്ളയിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലെ രേഖകൾ കാണാതായതിൽ ദുരൂഹത. കടത്തിക്കൊണ്ടുപോയതോ നശിപ്പിച്ചതോ ആകാമെന്ന സംശയത്തിൽ SIT. സിയുടെ മറുപടിയിൽ വ്യക്തതയില്ല. സന്നിധാനത്ത് നിന്നുള്ള രേഖകൾ SIT ശേഖരിച്ചു. പ്രതികളെ ചോദ്യം ചെയ്യാൻ പത്തനംതിട്ടയിൽ ഉടൻ ക്യാമ്പ് തുറക്കും. ഹരിമോഹൻ നൽകും വിശദാംശങ്ങൾ. ഹരിമോഹൻ, എന്തായാലും ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും നിർണായക രേഖകൾ, എന്തായാലും നിർണായക വിവരങ്ങൾ SITക്ക് ലഭ്യമായിട്ടുണ്ട്. ഈ കണക്കുകളൊന്നും ശരിയാകുന്നല്ലോ ഹരി. ഇനി ആരിലൊക്കെ അന്വേഷണം നീണ്ടുപോകും? ആര്യ, തീർച്ചയായിട്ടും സ്മാർട്ട് ക്രിയേഷൻസിൽ 2 ദിവസം നീണ്ടു നിന്ന പരിശോധനയാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത്. അവർ ചെന്നൈയിൽ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് 2 ദിവസം തുടർച്ചയായി നടത്തിയ പരിശോധനയായിരുന്നു, ഞായറും ശനിയുമായിട്ട്. പക്ഷേ ആ പരിശോധനയിലൊക്കെ തന്നെ ഒരു വ്യക്തത കുറവ് അല്ലെങ്കിൽ വലിയൊരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് SIT സംഘം തന്നെ പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് 2019 ഹൈദരാബാദിൽ നിന്ന് നാഗേഷ് സ്വർണ്ണപ്പാളികൾ അല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടെത്തിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി നാഗേഷാണ് എത്തിച്ചത്. നേരത്തെ റോഷി പറഞ്ഞതുപോലെ നാഗേഷ് കൊണ്ടെത്തിക്കുന്നു. പക്ഷേ ആ എത്തിച്ചതിന്റെ രേഖകൾ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇല്ല എന്നുള്ളതാണ് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് SIT കാണുന്നത്. കാരണം ആ രേഖകൾ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകേണ്ടതാണ്. അത് ഏതെങ്കിലും നിലയിൽ നശിപ്പിച്ചോ അല്ലെങ്കിൽ കടത്തിക്കൊണ്ടുപോയോ എന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ SIT എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം സ്മാർട്ട് ക്രിയേഷൻസും ഈ മന്ത്ര എന്ന് പറയുന്ന സ്ഥാപനവുമായിട്ടുള്ള ബന്ധവും എല്ലാം കൂടി കണക്ട് ചെയ്ത് ഈ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുമ്പോഴാണ് ഈ രേഖകൾ കാണാതായതിൽ ഒരു ദുരൂഹതയുണ്ട് എന്നുള്ള സംശയത്തിലേക്ക് എത്തുന്നത്. ഇങ്ങനെ രേഖയില്ല എന്നുള്ള വിഷയം മുൻപ് മൊഴിയെടുത്ത സമയത്ത് CEO സ്മാർട്ട് ക്രിയേഷൻസിന്റെയും മന്ത്രയുടെയും ഉടമയായിട്ടുള്ള ഈ പങ്കജ് ഭണ്ഡാരി അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നില്ല. മാത്രമല്ല, ഇന്നലെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മൊഴിയെടുക്കുന്ന സമയത്തൊക്കെ തന്നെ പങ്കജ് ഭണ്ഡാരി അതിലൊരു വ്യക്തതയില്ലാത്ത മറുപടിയാണ് നൽകിയത്. രേഖകൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അത് അറിയില്ല എന്നുള്ള മറുപടി മാത്രമാണ് പങ്കജ് ഭണ്ഡാരിയിൽ നിന്ന് ലഭിച്ചത്. കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി പങ്കജ് ഭണ്ഡാരിയെ ഒരുപക്ഷെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. നിലവിൽ പങ്കജ് ഭണ്ഡാരിയോ അല്ലെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസോ ഇതിൽ പ്രതികളായിട്ടില്ല. പക്ഷെ വേണ്ടി വന്നാൽ പ്രതികളാക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഒരു നിരീക്ഷണമായിട്ട് ഇപ്പോൾ പറയാൻ കഴിയുക. കാരണം ഇതിൽ ഏതെങ്കിലും ഒക്കെ രീതിയിൽ സ്മാർട്ട് ക്രിയേഷൻസ് പങ്കാളികളായിട്ടുണ്ടോ എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇതിന്റെ 1-2 മൊഴികൾ പലതവണയായിട്ട് മാറ്റി പറയുന്ന നിലയിലേക്ക് വരെ ഈ പങ്കജ് ഭണ്ഡാരിയും ഒപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിലെ മറ്റ് ജീവനക്കാരും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ഇനിയും തുടർന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ ഇതൊരു വ്യക്തത വരുന്ന ഒരു ഘട്ടത്തിൽ കസ്റ്റഡിയോ അറസ്റ്റോ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ്. രേഖകൾ കാണാതായതിൽ കൃത്യമായ ഒരു വിശദീകരണം നൽകാനും സ്മാർട്ട് ക്രിയേഷൻസ് ആയിട്ടില്ല എന്നുള്ള കാര്യവും പ്രധാനമാണ്. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.